സംസ്ഥാനത്ത് മഴയും മഴക്കെടുതിയും രൂക്ഷമായി തുടരുന്ന സാഹചര്യമുണ്ട്. പല ജില്ലകളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. കടലാക്രമണം ശക്തമായിട്ട് നിൽക്കുന്നു. തിരുവനന്തപുരത്ത് കരിക്കകത്ത് വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യമുണ്ട്. 2 ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് ഇപ്പോഴുണ്ട്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യമുണ്ട്. അങ്ങനെ സംസ്ഥാനത്തുടനീളം മഴയും മഴക്കെടുതിയും രൂക്ഷമായി നിൽക്കുന്നു. കൊച്ചിയിൽ നിന്ന് അർച്ചന തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് മഴക്കെടുതികൾ രൂക്ഷമായി തുടരുകയാണ്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴയാണ് ഇന്നലെയും ഇന്നുമായി തുടരുന്നത്. എല്ലാ ജില്ലകളിലും വലിയ രീതിയിലുള്ള വ്യാപകമായ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഇനി 2 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് ഉള്ളത്. മറ്റ് 9 ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഓരോ ജില്ലയിലും ഉണ്ടായിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വലിയ രീതിയിൽ ഈ മരങ്ങൾ കടപുഴകുകയും അതുപോലെ വീടുകൾ നിലം പതിക്കുന്ന ഒരു സാഹചര്യവുമെല്ലാം ഉണ്ടായി. മാത്രമല്ല കുട്ടനാട് പോലുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 4 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ആലപ്പുഴയിൽ തുറന്ന് പ്രവർത്തിക്കുന്നത്. മാത്രമല്ല പല ജില്ലകളിലും നിലവിലെ സാഹചര്യം വിലയിരുത്തി ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അടിയന്തര സാഹചര്യം നേരിടാനുള്ള എല്ലാ കാര്യങ്ങളും കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനം അതിനുള്ള എല്ലാ കാര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ജില്ലാ ഭരണകൂടത്തിനും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. രാത്രികാല യാത്രകൾ നിരോധിച്ചിട്ടുണ്ട്. കടലിൽ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലടക്കം പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത 2 ദിവസങ്ങളിൽ കൂടി ഇത്തരത്തിലുള്ള ജാഗ്രത തുടരണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടത്തിന് അടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല കടലാക്രമണവും വലിയ രീതിയിൽ രൂക്ഷമാവുകയാണ്. എറണാകുളം, എടവനക്കാട് ഭാഗങ്ങളിലെ കണ്ണമ്മാലി പ്രദേശങ്ങളിലെല്ലാം തന്നെ കടലാക്രമണം രൂക്ഷമായി പല വീടുകളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയെല്ലാം ഉണ്ടായി. എന്തായാലും ഇത്തരത്തിൽ വ്യാപകമായ മഴയുമായി ബന്ധപ്പെട്ട കെടുതികൾ തുടരുകയാണ്. എന്തായാലും അടുത്ത 2 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഈ ന്യൂനമർദ്ദ പാത്തിയാണ് ഇത്തരത്തിൽ മഴ കനക്കാനുള്ള ഒരു സാഹചര്യമായി വിലയിരുത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത 2 ദിവസം കൂടി മഴ ശക്തമാകും. അതുകൊണ്ട് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിലെല്ലാം തന്നെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. മാത്രമല്ല നദികളിൽ ജലനിരപ്പ് ഉയരാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മുൻകൂട്ടി കണ്ട് അതിനുള്ള എല്ലാ ജാഗ്രതയും പാലിക്കണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. എല്ലാ ജില്ലാ ഭരണകൂടങ്ങളും കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങൾക്കും സജ്ജമായിരിക്കണം. ഇത്തരത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാ കാര്യങ്ങളും നേരിടാൻ സജ്ജമായിരിക്കണമെന്ന മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. അടുത്ത 2 ദിവസം കൂടി അതിശക്തമായ മഴ കേരളത്തിൽ തുടരും.